ഇസ്ലാമിക സമ്പത്ത് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നത് റിബ അഥവാ പലിശയുടെ നിരോധനം എന്നതാണ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രജ്ഞർ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, ലോകത്തെ സാമ്പത്തിക മാന്ദ്യങ്ങളിലേക്ക് നയിക്കുന്ന ഏറ്റവും വലിയ വില്ലൻ അത് പലിശയാണ് എന്നത്. അധ്വാനമില്ലാതെ പണം കൊണ്ട് പണമുണ്ടാക്കുന്ന ഒരു ചൂഷണ ഉപാധിയാണ് പലിശ. എന്നാൽ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് കച്ചവടങ്ങളെയും സംരംഭങ്ങളെയുമാണ്. ഇവിടെ ലാഭവും നഷ്ടവും ഒരുമിച്ച് പങ്കുവെക്കപ്പെടുന്നു. ഇത് സാമൂഹിക സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു. ഇസ്ലാമിക സമ്പത്ത് വ്യവസ്ഥയുടെ മറ്റൊരു പ്രത്യേകതയാണ് സക്കാത്ത് എന്നുള്ളത്. ഖുർആനിൽ പറയുന്നതായി നമുക്ക് കാണാം, സമ്പത്ത് നിങ്ങളിലെ ധനികർക്കിടയിൽ മാത്രം ചുറ്റിക്കറങ്ങേണ്ട ഒന്നല്ല, മറിച്ച് രക്തം പോലെ സമൂഹം മുഴുവൻ ഓടി നടക്കേണ്ടതാണ്. ഇസ്ലാം സാമ്പത്തിക ഇടപാടുകളിൽ ധാർമ്മികതയ്ക്ക് വലിയ പ്രസക്തി നൽകാറുണ്ട്. കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ്, അളവിലും തൂക്കിലും കൃത്രിമം കാണിക്കൽ എന്നിവയെല്ലാം ഇസ്ലാം കർശനമായി വിലക്കുന്നു.